ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരാൾക്ക് കൊടുത്ത സർപ്രൈസാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ. പെട്രോൾ അടിച്ചു നിങ്ങൾ വണ്ടി ഓണാക്കി ഇട്ടിട്ട് പെട്രോൾ അടിച്ചിട്ടല്ലേ? ഇനി സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പം തീ പിടിക്കും. എറണാകുളം ഭാരത് മാത കോളേജിൽ നിന്നുള്ള ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സഹൽ. ഞാൻ കലൂർ SR റോഡിൽ താമസിക്കുന്നു. ഭാരത് മാതാ കോളേജിലെ തേർഡ് ഇയർ ബികോം ടാക്സിൽ. തേർഡ് ഇയർ ബികോം അവസാനം പറഞ്ഞ എന്താണ്? ടാക്സ്. എങ്കിൽ പിന്നെ നക്ഷത്രം കൂടെ പറയായിരുന്നല്ലേ? കംപ്ലീറ്റ് ഒറ്റ തനിക്ക് പറഞ്ഞു തീർത്തി. അടുത്ത ആള്. എൻ്റെ പേര് ജസീം, വീട് ആലുവ. ഭാരത് മാതാ കോളേജിൽ BBA തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. പേര് നിതിൻ, ഞാൻ ഭാരത് മാതാ കോളേജിൽ എക്കണോമിക്സ് തേർഡ് ഇയറാണ്. എന്താണ് സഹലിനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഞങ്ങളുടെ കൂട്ടത്തിൽ ബർത്ത്ഡേ അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് സഹലായിരിക്കും. സഹലായിരിക്കും. എങ്ങനെ പണി ഒപ്പിക്കാന്നൊക്കെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ബർത്ത്ഡേ ഉള്ള ആളിന് പണി കൊടുക്കും. അതായത് ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയത് തന്നെ മൂന്നാറ് മൈനസ് തണുപ്പുള്ള ടൈമിന് വണ്ടിക്ക് കൊണ്ടുപോയിട്ട് നടു റോഡിൽ ഇറക്കി നിർത്തിയിട്ട് തലയിൽ കൂടി വെള്ളമൊക്കെ ഒരു ഒഴിച്ച് ഡ്രസ്സൊന്നും ഇല്ലാതെ നിർത്തി. അങ്ങനെ അത് പോരാണ്ട് നല്ല ഇടിയും വെച്ച് തന്നു. ബർത്ത്ഡേ ആഘോഷമാണ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഭയങ്കര ആഘോഷം വരുന്നതാണ്. കൊള്ളാല്ലേ ആള്? ആളെങ്ങനെയാ ക്ലാസ്സിൽ? സഹലിനെ ടേക്ക് ഇറ്റ് ഈസി കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവനൊന്നാമത് മനസ്സിലാവില്ല ഇത് പണിയാണോ എന്താണെന്ന്. അതിനുള്ളതൊന്നുമില്ല. അവന് ഒറ്റ കാര്യമുള്ളൂ, കുറേ ഭക്ഷണം കഴിക്കണം, ഇതൊക്കെയാണ്. ഉച്ചയ്ക്ക് ആരെയും വിളിക്കാണ്ടും പോയി ബിരിയാണിയൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ട് വരുന്ന ആളാണ്. അവള് വീട്ടിൽ പോകാൻ ഒരു 10 രൂപ പറഞ്ഞാൽ അവിടെ ഇല്ല. അപ്പോഴും അവൻ്റെ പേഴ്സിൽ ഒരു 100 രൂപ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും വൈകുന്നേരം ബിരിയാണി കഴിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ആളാണ് സഹൽ. അവന് തിന്നണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ, ഇത് പണിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ല. പക്ഷെ ആള് ഈ സംഭവം നടന്നപ്പോ ഭയങ്കര പാവമായിട്ടായിരുന്നല്ലോ. എന്താന്ന് വെച്ചാല് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഇവൻ കയറി ഇടപെടും. ഞങ്ങളൊക്കെ കൂടി പിടിച്ചു മാറ്റും. പിടിച്ചു മാറ്റാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആള് പുലിയാണ്. പിടിച്ചു മാറ്റാൻ ആളില്ലെങ്കിൽ ഇവിടെ കയറി ഇടപെട്ട് കഴിഞ്ഞാല് പമ്പാരി ഇടികൊള്ളേണ്ടി വരും. ഇല്ല, അപ്പൊ എനിക്ക് വേറൊരു വോയിസ് ഇല്ല അവിടെ പറയാൻ. അങ്ങനെ ആക്കി എടുത്തു. അപ്പൊ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് ഈ വീരശൂര പരാക്രമിയായിട്ട് നടക്കുന്നത്, അല്ലാതെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആള് ഭയങ്കര പാവമാണ്. അത് കൊള്ളാമല്ലോ. എങ്ങനെയാണ് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സഹലിനെ എത്തിച്ചത്? ഒരു 5 പേരെടുത്ത് അഭിപ്രായം ചോദിച്ചു ഇവന് കൊടുക്കണേ എങ്ങനെയുണ്ടെന്ന്. അതിൽ 3 പേര് ഇങ്ങോട്ട് പറഞ്ഞു സഹലിന്റെ പേര്, സഹലിന് കൊടുത്താൽ എങ്ങനെയുണ്ടാവും. ഓ, ഇത്രയും വീരശൂര പരാക്രമി, ഭയങ്കര കിടിലം, എല്ലാരെയും പറ്റിക്കുന്ന യുവ കോമളൻ, ഒരു പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ആദ്യം എത്രയാടാ? ചേച്ചി ഇത് ഇവിടുത്തെ ഇത്. നമസ്കാരം സാർ. സാറിൻ്റെ പേരെന്താണ്? സാർ, ഞങ്ങളുടെ ഇന്ത്യൻ ഓയിൽ ഒരു എക്സ്ട്രാ റിവാർഡ് പോയിന്റ്സിൻ്റെ ഒരു കാർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 60 രൂപ കൊടുത്ത് നിങ്ങളിത് സാർ, നിങ്ങളിത് 60 രൂപ കൊടുത്ത് ഇതിൻ്റെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ഒരു 3 പോയിന്റ് റിവാർഡായിട്ട് കിട്ടും. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മീൻസ് ആക്ച്വലി 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ കാണിച്ചത് അല്ല, ഇത് പൊന്നിയോട്ടെ പെട്രോൾ അടിച്ചത്. അല്ല പെട്രോളിന്റെ ചേട്ടനെന്താ പറഞ്ഞെന്താ? അത് പെട്രോളിന്റെ ഡീസൽ അടിക്കാനാണ് പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. ഇവരോട് ഇത് പെട്രോളാണ്.
അല്ല ഇത് അങ്ങ് വന്നപ്പോൾ ഇത് പെട്രോൾ ആയിരുന്നു. അല്ല ഇതിപ്പോ ചേട്ടൻ പെട്രോൾ അല്ലേ എന്നോട് പറഞ്ഞേ? നിങ്ങൾക്ക് ഉറപ്പാണോ അതിനോട് പെട്രോളോ പറഞ്ഞോ? ഇല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും പറഞ്ഞല്ല. ചേട്ടൻ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ എന്റെ അടുത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ പേപ്പറും ഞാൻ ചേട്ടൻ അടിച്ചു. അല്ലാണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഡീസലിനും ഞാൻ പറഞ്ഞല്ല, പെട്രോളിനും പറഞ്ഞല്ല. അല്ല വണ്ടി വന്നപ്പോഴേ ഇത് പെട്രോളിന് ഇവിടെ നിർത്തി. ഏതായാലും ഡീസൽ വണ്ടിയാണിത്, പിന്നെ അടിച്ചത് പെട്രോളാ. ഞാൻ ഇത് കണ്ട നമുക്ക് അറിയാൻ പാടില്ലല്ലോ, പേരൊന്നും ആളുടെ മേളിലല്ലേ ഈ സാധനം. എന്റെ അടുത്ത് ഇതിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഈ പേപ്പറും കൊടുത്തു. നീ മണ്ടത്തരം കാണിച്ചാണോ? അല്ല ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ല, ഞാൻ ഒന്നും പറഞ്ഞു. ഞാൻ ഗ്ലാസ് താഴ്ത്തി എത്ര രസാന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്തു തന്നു. അപ്പോഴത്തേക്കും മറ്റേ പുള്ളി വന്ന് എന്റെ അടുത്ത് അതും സംസാരിക്കുന്നു. അല്ല അത് എന്നോട് വന്നപ്പോൾ ആ പെട്രോൾ എന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എനിക്ക് എടുത്തു തന്നു. അപ്പൊ ഞാൻ പെട്രോൾ അടിച്ച് വണ്ടി ഇൻഡിഗോ മാറ്റി നമുക്ക് നോക്കാം ചേട്ടാ, നമുക്ക് നോക്കാം. ചേട്ടൊന്നും പറയാതിരുന്നത് എന്താന്ന് ഓർത്തിട്ടാണ്. അല്ല ചേട്ടൊന്നും പറയണ്ടേ, ഡീസലാണോ പെട്രോളാണോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതുപോലുള്ള മന്ദബുദ്ധികളല്ലേ വന്നിരിക്കണേ. ബാഗിലേക്ക് പിടിക്കേ. ഇപ്പൊ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് തന്നെ ഞാൻ വിളിക്കാട്ടോ, പണിയായി. എന്താ എന്റെ പേരെന്താ? ഹലോ, വർക്ക്ഷോപ്പിലെ ചേട്ടനല്ലേ? ആ ഒന്ന് വരാം, ഇവിടം വരെ വരാം. നമ്മൾ അന്നത്തെ പോലെ ഒന്ന് മാറി അടിച്ചേ. ആ ആയിക്കോട്ടെ. ഇതിനു മുമ്പ് ഒരു ദിവസം ഇവൻ ചെയ്തതാണ്. നാളെ ഒരു പണിക്ക് നിന്നേക്കരുത് കേട്ടോ, പൊക്കോണം. അന്ന് വണ്ടി പണിതൊരു 10-30,000 രൂപ ആയതാ. വണ്ടിയുടെ എഞ്ചിൻ മുഴുവൻ അഴിക്കേണ്ടി വരും. നമ്മൾ കറക്റ്റ് സമയത്ത് ഓഫാക്കിയില്ലേ? വണ്ടി അടിച്ചപ്പോൾ ഓൺ ചെയ്തിട്ടേക്കുമായിരുന്നു. വണ്ടി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി ഓണായിരുന്നു. നീ അതാ പറ്റിയ. എയർപോർട്ടിലേക്ക് ഓട്ടത്തിനെടുത്താ ഞാൻ വർക്കിന് വേണ്ടി കൊടുത്താ. വേറെ ആളുടെ വണ്ടിയാണ്. അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പമ്പിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എഞ്ചിൻ കേടായാലേ ഞങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനിപ്പോൾ ഒന്നും പറ്റാതില്ല, പുള്ളി വന്ന് നോക്കിയാലേ പറയാനും പറ്റുള്ളൂ. മനസ്സിലായോ? കേടായാല് നന്നാക്കി കൊടുക്കും. ആ അല്ലേ, നമ്മളങ്ങനെയുള്ള സാധനം ചെയ്യാറ്. വണ്ടിക്കൊന്നും പറ്റാത്ത സ്ഥിതിക്ക് ഇപ്പം എന്താണെന്ന് അറിയാനും പാടില്ല, പുള്ളിക്ക് പറഞ്ഞു വിടാനും പറ്റില്ല. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാൽ കുഴപ്പമുണ്ടോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത പ്രശ്നമാണ്. നീ മണ്ടത്തരം പെട്രോൾ പറഞ്ഞു സാറേ. എന്നോട് പെട്രോളിന് എങ്ങനെ പറഞ്ഞു പറയണേ? ചേട്ടൻ ഗ്ലാസ്സിനാ ഇവിടെ വന്നിട്ടാ താഴ്ത്തിയത്. എന്റെ അടുത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചേട്ടൻ വെറുതെ പറയണ്ട, ഇത് പറ്റിപ്പോയി. അതിന് നുണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്നാ പറ്റിയെങ്കിൽ ഞാൻ പറയും. എന്റെ ഭാഗത്ത് ഞാനിത് ഇത് നോക്കില്ല. അങ്ങനെയല്ല, അല്ല എന്റെ സ്റ്റാഫ് ഒരിക്കലും നുണ പറയും. അല്ല നുണ പറയും, ഞാൻ ഇത് പറഞ്ഞല്ലോ. എന്റെ സ്റ്റാഫിനെ എനിക്ക് ഗ്ലാസ് തുറന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഡീസലാണോ പെട്രോൾ ആണോ എന്നല്ല, എനിക്ക് 100% ഉറപ്പാണ്. എന്റെ അടുത്ത് ചോദിച്ചത് എത്ര രൂപ അടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ നിക്കട്ടെ, ഞാൻ സ്ലിപ്പ് തരാന്ന് പറഞ്ഞു. സ്ലിപ്പ് അല്ല, ഡീസൽ പെട്രോൾ ആണോ ഡീസലാണോ പറയാൻ പാടില്ലേ? പറഞ്ഞില്ലല്ലോ. അന്നത്തെ പോലെ 30,000 രൂപ സ്ഥിര ജോലിയാണ്. എന്നെ ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ ഈ പുള്ളിയിട്ട് ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ല. എന്റെ അടുത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് ഡീസലിനും പറഞ്ഞാൽ വന്നെ. പിന്നെ ഈ പുള്ളി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡീസലിന് പറഞ്ഞത് വണ്ടി ഓൺ ചെയ്തിട്ട് വർക്ക്ഷോപ്പിനൊന്ന് പറയട്ടെ പ്ലീസ്. അല്ല ഒരു മിനിറ്റ്, ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇത് സാധനം സംഭവിക്കുന്നതാണ്. ഇത് ഓൺ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നോ പെട്രോൾ? എടാ പെട്രോൾ ബങ്കി കയറി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ്, മൊബൈൽ ഫോൺ, വണ്ടി ഓഫ് ചെയ്യണം, ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അതെ ചേട്ടാ, അതെ ചേട്ടാ. എന്റെ പൊന്നേട്ട, ഞാൻ ഡീസലിന്റെ അവിടെ നിർത്തി എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിച്ചിട്ട് ഇത് അടിക്കാൻ പറഞ്ഞു. ചേട്ടൻ ഡീസലിന്റെ അവിടെ അല്ലേ വണ്ടി? അവിടെ എന്നോട് സാറ് പറഞ്ഞില്ലേ വണ്ടി വരുമ്പോൾ അവിടെ നിന്ന് വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് കയറ്റി നിർത്തണമെന്ന് സാറ് പറഞ്ഞില്ലേ? അതെ, ഞാൻ അപ്പൊ അവിടെ വണ്ടിക്ക് എടുക്കണ്ടേട്ടാ. ഞാൻ എന്നിട്ട് അവിടെ നിർത്താൻ വേണ്ടി ഈ ചേട്ടാ അവിടെ വന്ന് എന്നെ വിളിച്ചത്. ഒരു ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞ് ഇവിടെ ഇട്ട് വിൻഡോ തുറന്ന് എന്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപ അടിക്കണ്ടേ. അതിനു മുമ്പ് കാര്യം
ചേട്ടൻ വന്നപ്പോൾ ഡീസലാണ് ചേട്ടാ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ചേട്ടൻ വണ്ടിക്ക് എഞ്ചിനും കംപ്ലൈന്റ് ഉണ്ടോ ചേട്ടാ? എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആകാനാ സാധ്യത. കാരണം ഈ ഓൺ ആക്കിക്കൊണ്ട് തന്നെ അല്ലേ ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോ കുറച്ച് അതിനകത്ത് ചാടും. പമ്പഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. പമ്പ് കഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എഞ്ചിൻ അടിച്ചിട്ട് വർക്ക് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇയാളെ പറയട്ടെ. അതായത് എഞ്ചിനുള്ള കേടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പമ്പുകാർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നോക്കാം. സ്മെല്ല് നോക്കിയാ ഇങ്ങനെ വണ്ടിയുടെ എഞ്ചിനിൽ സ്മെല്ല് വരേണ്ടത്. ഇവരെയൊക്കെ പണിക്ക് വെക്കുമ്പോ ആലോചിക്കണം ആദ്യം. ഈ പുള്ളി ഡീസലിന്റെ അവിടെ ഒന്നും നിർത്തി. ഈ പുള്ളി ആ റോഡിന് അവിടെ നിങ്ങൾ വന്നല്ലോ. അപ്പൊ എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വണ്ടി ബ്ലോക്ക് ആവും, ഇവിടെ കൊണ്ടുപോകണം. ഞാൻ ചേട്ടന്റെ വർഷാപ്പാരുടെ അടുത്ത് കൊണ്ടുപോവാ. ആ പുള്ളി എന്റെ അടുത്ത് സ്ലിപ്പ് എന്നിട്ട് ഡീസലാണ്ടോന്ന് പറഞ്ഞ. പിന്നെ ഈ പെട്രോളാണോ ഡീസലാണോ എന്ന് ചോദിച്ചു. ഞാൻ നുണ പറയണെങ്കിനാ ബാ എന്റെ ഒപ്പം ബാ, ഞാൻ വർഷാപ്പാറിനെ കേൾപ്പിച്ച. ഞാൻ ഒന്നും മിണ്ടല്ല. അവരെ എന്റെ അടുത്ത് സ്ലിപ്പ് എന്നിട്ട് ഡീസൽ 500 ഈ സ്ലിപ്പ് അങ്ങോട്ട് കാണിച്ചാൽ മതി എന്നാ പറഞ്ഞത്. വർക്ക്ഷോപ്പുകാരെ കുറിച്ച് പറഞ്ഞു. ഞാനും ഒരു വർക്ക്ഷോപ്പുകാരാണ്. ഞാനും കുറെ വണ്ടി കണ്ടിട്ടുണ്ട്. അല്ല, അവരുടെ ഞാൻ വണ്ടി ഇപ്പൊ എടുത്തുകൊണ്ട് വന്നത് ചേട്ടാ. ഞാൻ വണ്ടിയുടെ കംപ്ലൈന്റ് അല്ല, ഇവരുടെ വണ്ടി ഒന്നും ചേട്ടൻ ചിന്തിച്ചു നോക്കണ്ട. വണ്ടി ഇപ്പൊ കേടാണ്. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോവാ. വണ്ടി കേടായൊന്നും അല്ല, വണ്ടി കേടായെന്ന് ചോദിച്ചാൽ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് സാർ ഇത് ചെയ്തത്. ഇനി സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പം തീ പിടിക്കും. പിന്നെ നമ്മുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇലക്ട്രിക്കൽ പ്രോബ്ലം. നിങ്ങൾ വണ്ടി ഓൺ ആക്കി ഇട്ടിട്ട് പെട്രോൾ അടിച്ചിട്ടല്ലേ? ആരെങ്കിലും ചേട്ടാ നോക്കുക. അവിടെ വല്ല വണ്ടി എടുക്കുക, ഓട്ടോ ഓഫ് ചെയ്തിട്ടേക്കണം. ഒരു കാരണം ഉണ്ടാക്കി ഞാൻ എന്ത് പറയാൻ. ചേട്ടാ നോക്കുക, ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ പെട്രോൾ അടിക്കാറ്. ഒരു പന്ത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? ചേട്ടാ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കണേ. വണ്ടി കേടായെങ്കിൽ ഞങ്ങൾക്കൊന്നും എന്തെങ്കിലും ചെയ്തു തരാം. അങ്ങനെ പറഞ്ഞു. ഞാൻ ഡ്രൈവറായിട്ടാ. ഞാൻ അവിടെ നിർത്തിയ ആളെ ഇവിടെ കൊണ്ടുവന്ന് ശരി മേളിലുള്ള സാധനം ഞാൻ കണ്ടൂല ഉള്ളിലിരുന്നാള്. ഇതിപ്പോ ചോദിക്കാണെങ്കിൽ ഇയാൾ ചോദിച്ചുള്ള 100% ഉറപ്പാ. കാര്യം എനിക്കറിയാം ഡീസലാണ്. ശരി, അന്നാ നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞത് ഇയാള് ചോദിച്ചു എന്റെ അടുത്ത് എത്ര റൊക്കെ അടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ തന്നെ സ്ലിപ്പും കൊടുത്തു. ഒരു മിനിറ്റ്, നിങ്ങൾ ഡീസലിന്റെ അവിടെ ആണെങ്കിൽ പിന്നില്ലേ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ പറയണ്ടേ ഡീസൽ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പെട്രോൾ ആണെന്നേ പറയാം. കറക്റ്റ് ആയിട്ട് നിങ്ങൾ പെട്രോൾ പെട്രോളാന്ന് ഞാൻ അങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ പിടിക്കണമെന്ന് ഞാനിത് ഇല്ല വെറുതെ ഇത് എന്റെ തലയിലേക്ക് ഇട്ടല്ലേ. നിങ്ങളുടെ തലയിലൊന്നും ഇടുന്നില്ല സുഹൃത്തെ. ഇത് നന്നാക്കി ഇത് ക്ലീൻ ആക്കാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്തേ. ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പൈസ എനിക്കറിയാൻ പറ്റില്ല. അത് നിങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് ഇപ്പം എഞ്ചിന് കേടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമ്പനിക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ചെറിയ പരിപാടിക്ക് 2500. ചേട്ടൻ എന്താ പറഞ്ഞ ഒരു കാര്യമില്ലാണ്ട് അവിടെ പോയിരുന്നു കേക്ക്. ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഞങ്ങളുടെ ഇത് പെട്ടതല്ല. നിങ്ങളുടെ സ്റ്റാഫ് എഞ്ചിൻ എന്തെങ്കിലും പെട്രോളാന്ന് പുള്ളി ചോദിച്ചിട്ടില്ല. ചോദിക്കാണെങ്കിൽ ചേട്ടാ എഞ്ചിൻ എന്തെങ്കിലും പറ്റിയാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്ത് തരാം. അത് പുള്ളി ഒരു മിനിറ്റ്, നിങ്ങൾ ഡീസലാണോ പെട്രോൾ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? 25 രൂപ ആവും. ടാങ്ക് ക്ലീൻ ചെയ്ത് തരാം. വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കും. എന്തെങ്കിലും കുറയ്ക്കേട്ടാ, പാവം പയ്യൻ അവനെന്തോ 50 പൈസ കുറയ്ക്കാം, മതിയോ? എടാ ഇതൊക്കെ പണിയുള്ളതാ. ഞാൻ നോക്കട്ടെ. ചേട്ടാ ഫോണൊന്നും നിർത്തിയൊന്ന് നോക്കേട്ടാ. ഞാൻ പുള്ളിനെ വിളിക്കണേ. ഞാൻ അവര് ഈ വണ്ടി വർഷാപ്പിന്റെ ടാങ്ക് ക്ലീൻ ചെയ്തു. ഞാൻ പൈസ കൊടുക്കുന്നത് ചേട്ടാ ഓൺ ചെയ്യില്ലേട്ടാ. ആരും ഓൺ ചെയ്യുന്നത് എന്നെ പണി പഠിപ്പിക്കല്ലേ. എടാ ഈ വണ്ടിക്ക് കംപ്ലീറ്റ് മുഴുവൻ പ്രശ്നമാണല്ലോ. എയർ കണ്ടീഷൻ ഒന്നും കൂടുമല്ല. ചേട്ടാ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പണി തരാം. ഇപ്പൊ എഞ്ചിനൊരു കംപ്ലൈന്റും ഇല്ലല്ലോ. ഇവര് പറയണത് എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ട്. ചേട്ടാ പറയണേക്ക് എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലാണ് പമ്പുകാര് ഇത് ചെയ്ത് തരുള്ളൂ എന്നാ പറയണത്. കംപ്ലൈന്റ് ഇല്ലെങ്കിൽ മറ്റേ ക്ലീൻ ചെയ്യണേന് നമ്മ പൈസ കൊടുക്കണം എന്നാ പറയണ. നിങ്ങളുടെ മുതലാളിയാണോ? അടി തുരുമ്പുണ്ട്, പാച്ച് വർക്ക് ചെയ്യണമെന്ന് കൂടെ പറ. ഒന്ന് ചുമ്മാ ഇതിന്റെ ഇടയ്ക്കാണോ? എടാ ഒരു വണ്ടി നന്നാക്കുമ്പോ ശരിക്കും നന്നാക്കണം. ഇതിപ്പോ വേറെ ആളുടെ വണ്ടിയാണോ? ആരുടെ വണ്ടിയാണല്ലേ തുരുമ്പുള്ള? നീ പറഞ്ഞിട്ടില്ല പുള്ളി. പമ്പില് പറയണത് എഞ്ചിൻ ഞാൻ കൊടുക്കാം. ഞാൻ ഹലോ ഇത് ഈ ഡ്രൈവർ ഇവിടെ വന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് പെട്രോൾ ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഡീസലാണ് വണ്ടി.
അല്ലേ? ഡീസലാ, വണ്ടി ഡീസലല്ലേ? വണ്ടി ഡീസലാണ്. ഇയാളൊന്നും പറഞ്ഞില്ല പെട്രോൾ പിന്നെ വണ്ടി കൊണ്ടുവന്ന് ഡീസൽ അടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ഇതാണ് അവസ്ഥ ഇപ്പൊ വണ്ടിയുടെ. ഒരു രക്ഷയില്ലാട്ടാ. ഇതിപ്പോ ഇതിപ്പോ പണിയാണെങ്കിൽ 10-30,000 രൂപയാവും. ഇതിപ്പോ ഞങ്ങൾക്ക് എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പമ്പുകാരെ ഏറ്റെടുക്കാം. ഇതിപ്പോ അതിന്റെ ഇടയ്ക്കുള്ള പമ്പ് ക്ലീൻ ചെയ്യാം. ഇല്ലേ ചേട്ടാ? കേട്ടെ, ഇനി എഞ്ചിൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എഞ്ചിൻ ക്ലീൻ ചെയ്യണം. എഞ്ചിൻ ക്ലീൻ ചെയ്യണം. എനിക്ക് പമ്പോ? പമ്പ് സ്റ്റാർട്ട് ചെയ്തോണ്ടാണ് പെട്രോൾ അടിച്ച് കയറ്റിയത്. അത് ഇതിപ്പോ ഡ്രൈവർ വേറൊരു കാര്യമാണ് ചെയ്തത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്രോൾ അടിച്ചു. പൊട്ടിത്തെറിക്കാഞ്ഞ ഭാഗ്യം. നല്ല നിന്ന് കത്തിയത് പമ്പ് അടക്കം. ഹലോ, ഞാൻ ഡീസലിന്റെ അവിടെ നിർത്തിയിരുന്ന എന്നെ ഇങ്ങോട്ട് കയറ്റി. ഡീസലിന്റെ അവിടെ ഒന്നല്ല നിർത്തിയത്. അവിടെ കണ്ടോ, അവിടെ ഡീസലിന്റെ അവിടെ നിർത്തണോണ്ട് ഇവിടെയാണോ നിർത്തണ്ടേ? ഇവിടെ നിർത്തണം. ഞാനിത് അവിടെ നിർത്തി. എന്നിട്ട് ചേട്ടാ ഇതിന് നേരെ ഇവിടെ നിർത്തണ ഡീസലിന്റെ വണ്ടി. അദ്ദേഹത്തെ ചോദിച്ചു ഞാൻ. പുള്ളി റോഡിന് അവിടെ നിന്ന് എടുത്തുള്ളൂ. പുള്ളി ചുമ്മാ പെട്ടുപോയതിന്റെ കഥ പറഞ്ഞു. മേസ്ത്രിയെ കൊണ്ടുപോട്ടെന്ന് ചോദിച്ചേ. വണ്ടി ഇട്ടോണ്ടിരിക്കാം. ഒന്ന് ചെല്ലിയേട്ടാ, അയാളോട് സംസാരിക്കാം. മെക്കാനിക്കോട് സംസാരിക്കും. ചേട്ടനാരെങ്കിലും വിളിക്കാനുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടാവോ? അയ്യോ, ഞാൻ 30 പറഞ്ഞ ഒരു റൗണ്ടിന് പറഞ്ഞ അതിലും കൂടുവോ? പക്ഷെ അത്രയൊന്നും ആകത്തില്ല. ഞാൻ 30 പറഞ്ഞ ഒരു റൗണ്ടിന് 30 അല്ല, ഞാൻ 25 എന്റെ ഒരു 100 എടുക്കാനില്ല. പൈസ ഇല്ലാത്തോണ്ട് ഈ അത് ഇപ്പൊ തന്നെ തരണ്ട കൂട്ടുകാരാ. പഠിക്കണവനെ പണി കഴിയുമ്പോഴേ തന്നാ മതി. ഇപ്പൊ ഓരോ എവിടുന്ന് എടുത്തു തരാനാ ഒന്ന് പറ. ഞാൻ നോക്കട്ടെ. ഏതായാലും ഈ ചേട്ടൻ കള്ളം പറയണ ഉറപ്പാണ്. ഞാൻ ഇപ്പൊ ഡീസലാന്ന് എന്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞേട്ടാ. ഞാൻ പിന്നെ എന്തിനാ വേറെ കള്ളം പറയണേ? ചേട്ടാ നിങ്ങളാണോ കള്ളത്? കുഴപ്പമില്ല, ഞാൻ ഓപ്പിയാ. കുഴപ്പമില്ല. ഇവിടെ ഞാൻ അബദ്ധത്തിലായി പോയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് വന്നേട്ടാ, വണ്ടി നോക്കേട്ടാ. ഇവിടെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഏതായാലും എഞ്ചിൻ ഞാൻ ക്ലീൻ ചെയ്ത് തരാം. വേറെ വഴിയില്ലല്ലോ. നിങ്ങൾ സംസാരിക്കും. ചേട്ടാ ഇങ്ങ് വാട്ടോ, നമുക്ക് സെറ്റ് ചെയ്യാം. വണ്ടിക്കത്ത് ചേട്ടാ ഇങ്ങ് സെറ്റ് ചെയ്യാം, പേടിക്കണ്ടേ. പോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോടി. ഇതെന്തോന്നാ ശമ്പളം ഓർഡർ വന്നിട്ട് പുള്ളി നോക്കിയിട്ടുണ്ട്. അബദ്ധത്തിൽ പറ്റി. മനോരമയുടെ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന പ്രോഗ്രാം കൂട്ടുകാരെല്ലാം കൂടെ ചെയ്തതാണ്. ഫ്രണ്ട്സ് എന്ത് ഇത് ചെയ്ത അവന്മാരെന്ത് ചെയ്ത ആരൊക്കെയായിരുന്നു? ഇതിൽ പെട്രോളും ഡീസലും ഒന്നും അടിച്ചിട്ട് അതാ ഞങ്ങളോട് ഇതൊന്നും അല്ല പറഞ്ഞിരുന്നത്. ഞാൻ പേടിച്ചിട്ടില്ല, ഞാൻ ഓടിയിട്ടൊന്നുമില്ല. ഇല്ല, ഞങ്ങളോട് ഇതാ പറഞ്ഞത്. ഞാൻ പേടിച്ചൊന്നുമില്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ വെറുതെ അത് വീഡിയോ എടുത്ത് നോക്കിക്കോ. ഞാൻ ഓടിയിട്ടൊന്നുമില്ല. ഓടിയത് ഇങ്ങനെ അത് ഓടിയത് തന്നെ ഒരു 3:30 മണിക്കൊക്കെ ജോഗിങ്ങിന് പോണൊരു സ്വഭാവമുള്ള ആളാണ്. അപ്പൊ എല്ലാരും ഓടി. ഞാൻ അവിടെ ആദ്യം നിന്നിട്ട് ലാസ്റ്റ് ഓടിയത്. ഇത് പറഞ്ഞ കണ്ണീന്ന് വെള്ളം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തുല്യമാണ്. ഈ ആദ്യം തൊട്ട് അവസാനം വരെ എന്തിനാ കരഞ്ഞത്? ഒരു പേടിത്തു പറഞ്ഞ മോനെ കോളേജിൽ ഒരു പ്രശ്നത്തിനും കയറി ഇടപെടാൻ പറ്റില്ല. എന്തായിരുന്നു ഒരു ഫീല്? നല്ലോണം ടെൻഷൻ അടിച്ച്. വർഷാപ്പാറിന്റെ ആ ഒരു ഇത് കണ്ടപ്പോ ശരിക്കും ദേഷ്യം വന്ന് ലാസ്റ്റ്. അതിന്റെ ഇടയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ പണി പാളി. ഞാൻ എന്താ പറ്റേ? ഡീസൽ അടിക്കാൻ പറഞ്ഞ് പെട്രോൾ അടിച്ച്. ഞാൻ ചേട്ടാ പൊട്ടാ, നീ പൊട്ടനാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞാൻ എന്ത് ചെയ്യാനാ, പമ്പുകാരങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരു ഇഷ്യൂ യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ സാർ എങ്ങനെ സെറ്റിൽ ചെയ്യായിരുന്നു? വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പോണതൊന്നും. അപ്പം ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് വന്നത്.
അപ്പോൾ ഈ എക്സാമൊക്കെ ആയതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിടല്ല പുറത്ത്. അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞിട്ട് വേറൊരു വർക്കാണ് ഞാൻ നേരത്തെ ഏറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഇനി ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും, അങ്ങനെ ഒരു ആ ടെൻഷനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും സ്കൂട്ടാവുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ കളഞ്ഞിട്ട് വിക്കളായിരുന്നു? അങ്ങനെയില്ല, പോപ്പിട്ട് എങ്ങനെയായാലും അതൊന്ന് ശരിയാക്കി വാങ്ങിച്ചു. അതെ, അല്ലാണ്ട് പൈസ കൊടുത്ത് ഇതാക്കാനൊന്നും പറ്റില്ല, അത് ഉറപ്പായിരുന്നു. പെട്ട് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും സൗമ്യമായ രീതിയിൽ ഇത് സെറ്റിൽ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. പക്ഷെ അവസാനം കയ്യിൽ നിന്ന് പോയി ആ വർഷാപ്പാറിൻ്റെ അക്രമം കാരണം. വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിൽ ഞാൻ ഇത് പറഞ്ഞപ്പോഴും അവരും ഒരുപാട് ചിരിച്ചു. അത്രയാണ്. ശരിക്കും ഞാൻ ഇവർക്കൊക്കെ പണി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു തിരിച്ചടി അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത്രയും മന്നവേന്ദ്രനായി നടന്നിട്ട് ഇതുപോലെ വന്ന് പെട്ടുപോയി, ഇനി ഒന്നും പറയാനുമില്ല അല്ലേ? അതിൽ വിഷമിക്കണ്ട, അത്രയും സ്നേഹം അവർക്ക് സഹലിനോടുള്ളതുകൊണ്ടാണ്. അത് മനസ്സിലായി. അപ്പോൾ ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ എന്ന് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. അതുപോലെ ഇതുപോലെ ഉള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ ഓവർകം ചെയ്ത് വരണം കേട്ടോ. ഇനി ഏതെങ്കിലും പമ്പിൽ ചെന്നിട്ട് ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെന്ന് പറയണം, എന്നിട്ട് ഇറങ്ങിയത് ന്യായം പറയണം, അപ്പോൾ അവർ തരും. ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ ചിരിയും സർപ്രൈസുകളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.